ഈ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖാംനായി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വധിക്കുക, അത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? തമ്മാടിത്തം എന്നല്ലാതെ അതിനെക്കുറിച്ച് എന്താ പറയുക? ഇന്നിപ്പോ ഞാൻ എവിടെയോ വായിച്ചു, ഇന്ത്യയിൽ ഇമാം ഖാംനായിയുടെ പേരിൽ ഒരു ഹോസ്പിറ്റലുണ്ട്. ഇമാം അലി ഖാംനായി 1980കളിൽ ഇന്ത്യ സന്ദർശിച്ചു, കർണാടക സന്ദർശിച്ചു. അദ്ദേഹം ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ ആരോ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, കർണാടകയിലെ ഇന്ന ഗ്രാമത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായിരുന്നു, അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന് മധ്യേ അവർ മരണപ്പെട്ടു, ഇമാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല ആയത്തുള്ള ഖാംനായി ചെയ്തത്. അന്ന് അദ്ദേഹം ഇറാനിലെ പരമോന്നത നേതാവൊന്നും ആയിട്ടില്ല, അവിടുത്തെ പാർലമെന്റ് മെമ്പറോ മറ്റോ ആണ്. അദ്ദേഹം ആ ഗ്രാമത്തിലൊരു ആശുപത്രി പണിതു കൊടുക്കാൻ വേണ്ടി ആ ആശുപത്രി പണിതു. ഇന്നും ആ ആശുപത്രി ഉണ്ടാവും. ഇമാം ഖാംനായി ഹോസ്പിറ്റൽ എന്നാണ് ആ ആശുപത്രി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് ഇറാൻ പുലർത്തുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായ ഘട്ടത്തിൽ, ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയ സന്ദർഭത്തിൽ പാകിസ്ഥാന്റെ കൂടെയല്ല ഇറാൻ നിന്നത്, നമ്മളുടെ വികാരത്തിന്റെ കൂടെയാണ് നിന്നത്. ഇന്ത്യക്ക് എണ്ണ തരുന്ന കാര്യത്തിൽ ഇന്ത്യയോട്, ഇന്ത്യക്കാർക്ക് ഇറാനിൽ ചെന്നാൽ ലഭിക്കുന്ന സ്വീകരണം തന്നെ ഇറാൻ ഇന്ത്യയോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായിട്ടുള്ള 86 വയസ്സുള്ള ഒരു മനുഷ്യനെ ബോംബിട്ട് കൊന്ന സമയത്ത്, മിസൈൽ അയച്ച് കൊലപ്പെടുത്തിയ സമയത്ത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു എതിർ ശബ്ദം അമേരിക്കക്കെതിരായി, അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി ഉയരേണ്ടതായിരുന്നു. എന്നാൽ പോലും ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധി ഇറാൻ എംബസിയിൽ പോയി അലി ഖാംനായിയുടെ വധത്തിൽ ഗാഠമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അത്രയും നല്ലതാണ്. പക്ഷെ എന്നാലും ഒരു ചങ്ങാതി എന്നുള്ള നിലയിൽ ഇറാനോട് ആ നിലക്കുള്ള ഒരു അടുപ്പവും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ നമ്മളുടെ രാജ്യത്തിന് സാധിച്ചോ എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന ആളുകൾ സമാധാനത്തോടു കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.